ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണല്ലേ. SIR നമ്മളതിനെ ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കും. അപ്പോൾ എന്താണ് SIR? ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ നമ്പർ 324 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കുള്ള അധികാരം നൽകുകയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, പാർലമെന്റ്, സംസ്ഥാന ലെജിസ്ലേറ്റീവ് തെരഞ്ഞെടുപ്പ്, ഈ 4 തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനൊപ്പം നമ്മുടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തന്നെയാണ്. അതേപോലെ തന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 21ാമത്തെ വകുപ്പും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇലക്ട്രൽ പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെയുള്ള അധികാരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു SIR കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുതുതായിട്ട് പേരുകൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ടും വോട്ടർ പട്ടികയിൽ മറ്റുമുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം തിരുത്തുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ഡിലീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡിലീഷൻസ് മറ്റും നടത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ വോട്ടർ പട്ടിക